എനിക്ക് ചിലരെയൊക്കെ തിരിച്ചറിയണം. നിങ്ങളുടെയൊക്കെ മുമ്പിൽ സത്യം പറയിപ്പിക്കാനുണ്ട്. അതിനുശേഷം ഞാൻ പറയാം ഇപ്പൊ നടന്നതടക്കം സംഭവങ്ങളുടെ സത്യാവസ്ഥ. അപ്പോ ഇപ്പൊ ഒന്നും പറയില്ല എന്നാണോ? ഈ സാഹചര്യത്തിൽ ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടുണ്ട് സർ. സാറിനോട് എല്ലാം പറയണമെന്ന് കരുതി എത്രയോ പ്രാവശ്യം ഞാൻ വന്നിരുന്നു. സാഹചര്യം കൊണ്ട് അന്ന് അതിനൊന്നും പറ്റിയില്ല. ഇപ്പോഴും ഒന്നും പറയാൻ കഴിയുന്നില്ല എനിക്ക്. ദയവായി എന്നെ ഒന്ന് മനസ്സിലാക്കണം. ശരി ലക്ഷ്മി, തനിക്ക് എന്നാണോ സമയം കിട്ടുന്നത് അപ്പൊ പറഞ്ഞാൽ മതി. അമ്മയും മറ്റുള്ളവരും എന്നോട് ക്ഷമിക്കണം. എന്റെ ഭാര്യ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി എന്ന് എനിക്കറിയാം. ഈ ഒരു ബുദ്ധിമുട്ട് കൂടി നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ശ്രീലക്ഷ്മിക്ക് വേണ്ടിയും ഞാൻ മാപ്പ് ചോദിക്കണം. അയ്യോ സർ, ഞാൻ പറഞ്ഞത് മതി ശ്രീലക്ഷ്മി, ഈ ഒരു സംസാരമില്ല. ഇത്രയും നാൾ താൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് പലപ്പോഴും തോന്നിയിട്ടും അതിനൊക്കെ സ്വയം കാരണങ്ങൾ കണ്ടുപിടിച്ച് ന്യായീകരിച്ച് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പലതും. നീ മറ്റൊരാളായി മാറാൻ തുടങ്ങിയപ്പോ ഞാനും അതിനൊപ്പം മാറി. പക്ഷേ ഇപ്പൊ കാണിക്കുന്നതൊക്കെ എന്റെ മനസ്സാക്ഷിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്താ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്റെ കയ്യും കാലും വിറയ്ക്കുക. ഇങ്ങനെയുള്ള നിന്റെ പ്രവൃത്തികൾ എന്നെ തന്നെ ഇപ്പൊ ഭയപ്പെടുത്താൻ തുടങ്ങിയിരിക്കുക. ഞാൻ ഈ വിശദീകരിച്ചത് മുഴുവൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു സുലക്ഷ്മി. ഒരു കൊടുങ്കാറ്റടിച്ച് കഴിഞ്ഞതുപോലെ. അമ്മേ, ഇതിപ്പോ ഞാനാണോ ദൈവമാണോ ഇവൾക്ക് പണി കൊടുത്തോണ്ടിരിക്കുന്നത്? പാവം ബ്രദറല്ലോ, എന്നാലും പുള്ളിക്ക് ഇങ്ങനൊരു പറ്റിയല്ലോ. കഷ്ടായിപ്പോയി. രഘു ഇങ്ങ വന്നേ. സർ, ഇപ്പൊ ചെയ്തതിന് ഞാൻ സാറിനോട് ഒരിക്കലും മാപ്പ് ചോദിക്കില്ല. കാരണം മാപ്പ് ചോദിക്കേണ്ട ഒരു തെറ്റല്ല ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. സാറിന്റെ മനസ്സിൽ എന്നോട് ഒരുപാട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നാലോചിച്ചപ്പോ
അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചപ്പോ ഞാൻ ചെയ്തത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെയും സാറിന്റെയും മനസ്സിൽ രണ്ട് തരത്തിലാ ഇപ്പൊ നടന്ന എല്ലാ സംഭവങ്ങളും. ഏതു തരത്തിലായാലും ചെയ്തതെല്ലാം തെറ്റ് തന്നെയല്ലേ? സർ പ്ലീസ്, സാറിന് പറയാനുള്ളതെല്ലാം താഴെ വെച്ച് സാർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കേൾക്കുകയും ചെയ്തു. ഇനി എനിക്ക് പറയാനുള്ളത് സാറും കേൾക്കണം. മനസ്സുകൊണ്ട് സാർ എന്നിൽ നിന്നും എത്രയോ അകന്നു എന്ന തിരിച്ചറിവോടെ തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. ഇനി ഞാൻ എന്തു പറഞ്ഞാലും സാർ വിശ്വസിക്കോ എന്ന സംശയം എനിക്കുണ്ട്. സാറ് പലപ്പോഴും എനിക്ക് എന്താ പറ്റിയതെന്നും എന്നിലെ മാറ്റങ്ങൾക്ക് എന്താണ് കാരണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അന്നൊന്നും ഞാനതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ ചെയ്തു കഴിഞ്ഞതും ഇനി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതെന്റെ മാത്രം ശരികളാ, പുറത്തൊരാൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ശരികൾ. പക്ഷെ അത് എല്ലാ കാലവും അങ്ങനെ ആയിരിക്കില്ല. ഒരു ദിവസം എല്ലാം കലങ്ങി തെളിയും. അന്ന് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ സാറിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഉണ്ടാകാവൂ. വേറെ ആരെയും ഞാനിവിടെ മുഖവിലക്ക് എടുക്കുന്നില്ല. സാർ എന്നെ മനസ്സിലാക്കണം, അതെനിക്ക് നിർബന്ധമാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കേട്ടിട്ടല്ല, സത്യം മുഴുവൻ അറിഞ്ഞതിന് ശേഷം. ഞാൻ എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ താൻ മനസ്സ് തുറന്ന് സത്യം സത്യമായിട്ട് എന്നോട് പറയണം, കാര്യകാരണങ്ങൾ സഹിതം. കുറച്ചു ദിവസമായിട്ട് ഞാൻ ഇത് തന്നെയല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് സാറിനോടുള്ള ഇഷ്ടവും വിശ്വാസവും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയും ഉത്തരവാദിത്വമാണ്. പക്ഷെ അതിന്റെ മനസാക്ഷിയെ ചതിച്ചുകൊണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശ്രീലക്ഷ്മി, അവിടെ ഇവിടെയും തൊടാതുള്ള തന്റെ ഈ വർത്താനം എനിക്കിനി കേൾക്കണ്ട. എനിക്ക് വേണ്ടത് താൻ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നതിനുള്ള വ്യക്തമായ ഉത്തരവാണ്. അതിന് സാധിച്ചില്ലെങ്കിൽ മറ്റൊരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണമെന്നില്ല. സാറിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. അതെല്ലാം ഞാനല്ലാതെ രണ്ടാമതൊരാൾ അറിയുന്നെങ്കിൽ അത് സാറ് തന്നെ ആയിരിക്കും. എന്റെ മനസ്സറിവോടെ തന്നെ ഞാൻ പലതും ഒളിച്ചു വെക്കുക. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിന് നല്ലതേ വരും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് വിഷമിച്ചാലും അത് കാര്യാക്കുന്നില്ല. പിന്നെ ഞാൻ എന്തൊക്കെ ന്യായീകരിച്ചാലും എല്ലാവരുടെ കണ്ണിലും ഞാൻ ചെയ്ത തെറ്റാ. അതുകൊണ്ടാ